ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി തനിക്ക് അപകടം പറ്റിയത് എങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി സൂപ്പർ കഥ എന്ന് പറഞ്ഞു. കഥയോ അല്ല, അവൾക്ക് അപകടം പറ്റിയത് എങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞില്ലേ, അതാണ് ഞാൻ പറഞ്ഞതെന്ന് സച്ചി ഇങ്ങനെ പറയാം കേട്ടോ. അപ്പം നടന്നു വരുമ്പോൾ പഴുത്തൊലി ചവിട്ടിയെന്നല്ലേ ആദ്യം പറഞ്ഞത് എന്ന് വർഷ വീണ്ടും ചോദിച്ചു. പെട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും സച്ചി നിൽക്കുക. അത് പിന്നെ വർഷ ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാ, അത്രയ്ക്ക് അങ്ങ് ആലോചിച്ചില്ല. രേവതി പറഞ്ഞത് പോലെ തന്നെയാണ് നടന്നത് എന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ ശ്രദ്ധിക്കണ്ടേ ചേച്ചി എന്ന് വർഷ ചോദിക്കുമ്പോൾ പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയോ? നോക്കിയായിരുന്നു. കാലിൽ ചെറുവിരലിനൊരു മുറിവ് പറ്റിയാൽ പോലും ഇപ്പോൾ 100 കൂട്ടം ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവരെഴുതും. തലയ്ക്ക് മുറിവ് പറ്റിയാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? എല്ലാ ടെസ്റ്റും നടത്തി. ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ, ഇവരുടെ തലയ്ക്കകത്ത് ഒന്നുമില്ലെന്ന്. എന്താന്നാ? അല്ല, തലയ്ക്കൊന്നും പറ്റിയില്ലെന്നോ? വേറൊരു പ്രശ്നമില്ലെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ. എന്തായാലും കൂടുതലൊന്നും പറ്റാതിരുന്നത് ഭാഗ്യമായി എന്നും പറഞ്ഞിങ്ങനെ അച്ഛൻ മോളിന്ന് ജോലിയൊന്നും ചെയ്യേണ്ട, പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതിയെ പറഞ്ഞു വിടുക. ചേച്ചി ഇന്ന് അടുക്കളയിലൊന്നും കയറിയേക്കരുത് കേട്ടോ, റെസ്റ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു വർഷ. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രമതി കൊച്ചമ്മയ്ക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് വർഷയും രേവതിയും കൂടെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയണം. ശരി, ഓക്കെ. പിന്നെ നമ്മുടെ വർഷ സൗണ്ട് അങ്ങ് കൂട്ടി. ചേച്ചിക്ക് ഒന്നും പറ്റിയിട്ടില്ല, തലയ്ക്കൊന്നും പറ്റിയിട്ടില്ല, ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി ചേച്ചിയെ അടവ് കാണിക്കുന്നതാണെന്ന് വർഷ. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാ ജോലിയും ചെയ്യാൻ ഞാനെന്താ ഇവിടുത്തെ ജോലിക്കാരിയാണോ, നിനക്കെന്താ ജോലി ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയും വർഷ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോൾ ചന്ദ്രദേ രംഗപ്രവേശനം നടത്തുന്നു. ഇത് കേട്ടോണ്ടാ വരുന്നേ. നിങ്ങളല്ലേ എപ്പോഴും ജോലി ചെയ്യാറ്, തലയിൽ ചുമ്മാ ബാൻഡേജും കെട്ടി ഇറങ്ങിക്കോളും എന്ന് വർഷ. ഒരു മുറിവും ഇല്ല, അഭിനയിക്കാനേ നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം. ചന്ദ്ര വലിയ ചിരിച്ച് ചെന്നിട്ട് വർഷ പറഞ്ഞത് ശരിയാ, വലിയ മടിയാണ് ഇവിടെ കാണിക്കുന്നത് വലിയൊരു നടിയാണ് ഇവിടെ കാണിക്കുന്ന അഭിനയമൊക്കെ അങ്ങ് സിനിമയെ കാണിച്ചിരുന്നെങ്കിലേ വലിയ അവാർഡുകളൊക്കെ ഇവൾക്ക് കിട്ടിയേനെ. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ രേവതി, നിനക്ക് മനസ്സിലായില്ലേ, അമ്മ നിന്നെ പുകഴ്ത്തിയതാ, നീ നല്ല നടിയാണെന്നാ പറഞ്ഞതെന്ന് സച്ചി അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു. എന്തായാലും ഒരു മേഖലയിൽ സീനിയറായിട്ടുള്ളവർ വളർന്നു വരുന്നവരെ പറ്റി നല്ലത് പറയുമ്പം അതിൽ പരം വലിയ സന്തോഷമുണ്ടോ രേവതി എന്ന് സച്ചി അന്നേരം ചോദിച്ചു. അപ്പോൾ ചന്ദ്രയെ ഉദ്ദേശിച്ച സച്ചി അത് പറഞ്ഞു. ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ അമ്മയെക്കാളും അഭിനയിക്കാൻ കഴിയുന്ന വേറൊരാളും ഈ ലോകത്തില്ല, വലിയൊരു നടിയാണ് നിന്നെ പുകഴ്ത്തിയത്. ഇത് നിനക്ക് കിട്ടിയ വലിയ അംഗീകാരമോ, സന്തോഷിക്കുക രേവതി, സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പറഞ്ഞിരിക്കുക കേട്ടോ ചന്ദ്ര അന്നേരം. വർഷയ്ക്കും ശ്രീകാന്തിനും അച്ഛനൊക്കെ ചിരി വരുന്നു. ഈ സമയത്ത് ശ്രുതി പതുക്കെ വീട്ടിലേക്ക് കയറി വരുന്നു. എന്നിട്ട് അമ്പലത്തിൽ പോയതാണെന്നും പറഞ്ഞ് ചന്ദ്രയ്ക്ക് ഒരു പ്രസാദമൊക്കെ കൊണ്ടുവന്ന് നെറ്റിയിൽ തൊട്ടും കൊടുത്തു. അപ്പോൾ എന്താ മോളെ, ഇന്ന് വലിയ വിശേഷ ദിവസമാണോ, അതാണോ ക്ഷേത്രത്തിൽ പോയത്? അല്ല ആൻറ്റി, അങ്ങനെ ഒരു സ്വാമി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ പോയതാണെന്ന് ശ്രുതി പറയുക. എല്ലാം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഒരു സ്വാമിയാണ് എന്നൊക്കെ ശ്രുതി പറയണു. പിന്നെ ആര്യയുടെ സമയം ഇപ്പം നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോന്ന്. ആണോ? അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇവരെ തന്നെ നോക്കി തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നു. പാലാട്ടത്തി ഐസും കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്, തണുപ്പിക്കുക എന്ന് സച്ചി. ശ്രുതി അതിനൊന്നും മിണ്ടുന്നില്ല. ആൻ്റെക്കുറിച്ച് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരെയും കുറിച്ചും ഞാൻ സ്വാമിയോട് പറഞ്ഞു എന്ന് ശ്രുതി പറയുമ്പോൾ പിന്നെ രേവതിയുടെ തലയിൽ ബാൻഡേജ് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. എന്ത് രേവതി, നിനക്കിപ്പം മോശ സമയമാണെന്നാ സ്വാമി പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. പിന്നെ പേടിക്കണം കേട്ടോ, നിന്റെ ലൈഫിൽ കെട്ടത് നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് ശ്രുതി പറയുമ്പോഴും ഇങ്ങനെ രേവതി നോക്കുക. അതെങ്ങനെ പറളറട്ടത്തി, ഇവളുടെ മുഖം പോലും കാണാതെ സ്വാമി അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ശ്രുതി അന്നേരം ശ്രുതിയോട് സച്ചി ചോദിച്ചു. സ്വാമി നിന്റെ മുഖം കണ്ടായിരുന്നല്ലോ, നിന്നെ പോലെയുള്ളൊരു മരുമകളുള്ള വീട്ടിൽ കഴിയുമ്പോൾ മറ്റൊരു മരുമകൾക്ക് എന്തായാലും പ്രശ്നം വരുമെന്ന് കണക്കൂട്ടി അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞതായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അതെ, അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും, സ്വാമി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന്. ഇപ്പം തന്നെ കണ്ടില്ലേ തലയിൽ ബാൻഡേജുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏത് കാലം, ഏത് ജനറേഷൻ? ശ്രുതി ചേച്ചി ഇതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലേ? കഷ്ടം, കള്ളവേഷം കേട്ടി ഏതോ സ്വാമി കാശുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നതാണെന്ന് വർഷ പറഞ്ഞു. അതെ, എല്ലാവരും വേഷം കെട്ടി ഇറങ്ങിയ കള്ളസ്വാമിമാരല്ല, ജ്ഞാനികളായ സ്വാമിമാരും ഉണ്ട് വർഷേ എന്ന് ശ്രുതി അന്നേരം വർഷയോട് പറയുന്നു. എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ശ്രീകാന്തൊക്കെ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ രേവതിയോട് ഇത് പറഞ്ഞത്. പിന്നെ രേവതിക്ക് എന്തെങ്കിലും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ പാർലറേട്ടത്തിക്കും ഇവിടെയുള്ള മറ്റുള്ളവർക്കും സന്തോഷമാകുമല്ലോ അല്ലേ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കും കേട്ടോ. എന്തായാലും നിങ്ങളുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല, ഇവളുടെ നല്ല മനസ്സാണെന്നും അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ല എന്നും സച്ചി പറയും. അത് കേട്ടപ്പോൾ വീട് ശ്രുതി,
നീ നല്ലത് പറഞ്ഞാലും അവനത് മോശമായിട്ടേ കാണുള്ളൂ, നീ അവനോടൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് ചന്ദ്ര പറഞ്ഞു. അകത്തേക്ക് കയറിപ്പോയി. സ്വാമി പറഞ്ഞതിൽ കാര്യമുണ്ടോ ഇല്ലോ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ശ്രുതിയെ. അപ്പോൾ സച്ചി എഴുന്നേറ്റ് ചെന്നിട്ട്, പാർലറായിട്ട് എന്തോ മനസ്സിൽ വെച്ചാൽ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി, എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം, കാണാം എന്ന് സച്ചി എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ സച്ചിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ രേവതിയേ വാ എന്ന് പറഞ്ഞ സച്ചി എന്നിട്ട് ശ്രുതിയെ മാറ്റി നിർത്തി രേവതിയും കുട്ടി അങ്ങ് കയറിപ്പോയി. അവരെല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിമോൾ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുവോടെ, കാണാടാ എന്നുള്ളൊരിതിൽ. അങ്ങനെ സച്ചിയുടെ മൊബൈൽ തപ്പാനുള്ള പരിപാടിയാണ് അടുത്തത്. എന്തായാലും നിനക്ക് കൂടുതൽ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല സച്ചി, ഇന്ന് രാത്രി ഞാൻ നിൻ്റെ മൊബൈൽ എടുക്കുമെന്നും അതിലുള്ളത് ഞാൻ ആൻ്റണിക്ക് ഇട്ട് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി അവിടെ പോയിരുന്ന് കിടക്കാൻ സമയമായപ്പോഴത്തേക്കും പ്രാർത്ഥിക്കുക. അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് ചെന്നു. എന്തുമായിട്ട് രേവതി എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിപ്പം മോശ സമയം സച്ചേട്ടാ എന്ന് രേവതി സച്ചിയോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി ചിരിച്ചു. നീ ചിരിക്കുന്നോ സച്ചേട്ടൻ? ആ പിന്നല്ലാണ്ട്. അല്ല ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ, എനിക്കിപ്പോൾ മോശ സമയമാണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴും സച്ചി ചിരിച്ചു. പിന്നെ അവൾ ഞാനാണല്ലോ ഇതൊക്കെ പറയാൻ, എൻ്റെ പൊന്നു രേവതി, അമ്മയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവൾ ചുമ്മാ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഞാനീ ഏതോ സ്വാമി പറഞ്ഞെന്നല്ലേ അവൾ പറഞ്ഞതെന്ന് രേവതി അന്നേരം സച്ചോട് ചോദിക്കുക. അപ്പോൾ എൻ്റെ മനസ്സെന്തോ വല്ലാതാവുന്നു സച്ചേട്ടാ. ദേ നോക്ക്, ഒരാവശ്യമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളയാനാ ദൈവം 2 ചെവി തന്നിരിക്കുന്നതെന്ന് അച്ഛമ്മ പറയാറുണ്ട്. അവളൊക്കെ പറയുന്നത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പുറത്ത് കളയുക വേണ്ടത്, അല്ലാതെ അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞ് സച്ചി അന്നേരം രേവതിയോട് പറഞ്ഞു കൊടുത്തു. മനസ്സിൽ കൊടുത്താലേ തലവേദനിക്കും. പിന്നെ നോക്ക് രേവതി, ദേ നമ്മുടെ മനസ്സ് നല്ലതല്ലേ, പിന്നെന്താ, നമ്മൾ നല്ലത് മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് നല്ലത് മാത്രമേ നടക്കുള്ളൂ. നീ അത് മനസ്സിലാക്ക്. നമുക്കിപ്പോൾ മോശം സമയമല്ലേ, അല്ല നല്ല സമയമാണ് കേട്ടോ. കിടന്നാലോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി രേവതിയും കൂടെ കിടക്കാൻ നോക്കുക. അപ്പോൾ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങുന്നു. ഈ സമയത്ത് നമ്മുടെ ശ്രുതിമോള് പതുക്കെ പാത്തും പതുങ്ങിയും സച്ചിയുടെ മൊബൈൽ അടിച്ചു മാറ്റാൻ വരുക. ഈ സമയത്ത് ശ്രീകാന്തും വർഷ എഴുന്നേറ്റും, എടാ എന്തിനാണ് മിഡ് നൈറ്റിൽ അലാറം വെച്ചിരിക്കുന്നതെന്ന് വർഷ അന്നേരം ചോദിച്ചു. അലാറമോ? ഞാൻ അലാറം ഒന്നും വെച്ചിട്ടില്ല. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പ്രിയെന്ന് പറഞ്ഞ പെണ്ണ. ഈ സമയത്ത് എന്തിനാണ് ഇവർ വിളിക്കുന്നത്? ഹലോ മാഡം പറഞ്ഞോളാൻ പറഞ്ഞു. അയ്യോ ശ്രീകാന്ത്, അതെ ഐ ആം സോറി കേട്ടോ, അതെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തോന്ന് ചോദിച്ചപ്പം ഇല്ല നോ മാഡം പറഞ്ഞോളാൻ പറഞ്ഞു. മാഡം എന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, കോൾ മീ പ്രിയ. ഓക്കെ ശരി ഞാൻ അങ്ങനെ വിളിച്ചോളാം, ഞാനിനി പേര് വിളിച്ചോളാം, മറക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷയ്ക്ക് ദേഷ്യം വന്നു. വർഷയാണ് തലവഴി പതുപ്പ് മൂടി തിരിഞ്ഞ് കിടക്കുക. ആക്ച്വലി ഞാൻ ഒരു ന്യൂ ഐഡിയ പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീകാന്തിനോട് പുതിയൊരു ഡിഷിൻ്റെ കാര്യമൊക്കെ പറയാം. അപ്പോഴത്തേക്കും വർഷയ്ക്ക് ദേഷ്യം വന്നു. ഫോൺ കട്ട് ചെയ്യുന്നില്ല, ഇരുന്നങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വർഷയ്ക്ക് ദേഷ്യം വരുവാണ്. വർഷം എന്നിട്ട് തിരിഞ്ഞങ്ങ് കിടന്നു കേട്ടോ, കലി തുള്ളി. ഈ സമയത്ത് പതുക്കെ പമ്മി ശ്രുതി നമ്മുടെ സച്ചിയുടെ രേവതിയുടെ അടുത്ത് വരെ വന്നു. അങ്ങനെ ശ്രുതിയാണെങ്കിൽ വന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഫോണും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരും. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ഫ്രിഡ്ജിൻ്റെ മറവിൽ ഒളിക്കുന്നു. അങ്ങനെ പതുക്കെ പാത്തും പതുങ്ങിയും ഫ്രിഡ്ജിൻ്റെ മറവിൽ ഒളിച്ച് നേരെ അടുക്കളയുടെ അങ്ങോട്ടും കണ്ടു പോയി. എന്നിട്ട് അവിടെ നിന്ന് കേൾക്കും. അപ്പോൾ ഏത് ഞാനുണ്ടാക്കിയ ഡിഷോ, അതൊരു സൗത്ത് ഇന്ത്യൻ ഡിഷാണെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് സംസാരിക്കാം. ആണോ, അതുണ്ടാക്കാൻ ഈസിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അതിൽ വന്നിരുന്ന് ഇങ്ങനെ ഫോൺ വിളിക്കും. പിന്നെ ശ്രുതിക്ക് അവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് സച്ചി എഴുന്നേൽക്കുന്നത്. സച്ചി എഴുന്നേറ്റ സമയത്ത് ഈ ശബ്ദമൊക്കെ കേട്ട് നട്ടപ്പാതിരാക്കാണോടാ കടുക് പൊട്ടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി എഴുന്നേറ്റിക്കാൻ നോക്കാം. അവൻ്റെ ഒരു മുളകും ചിഞ്ചറും, എടാ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു, നീ വേണമെങ്കിൽ പുറത്തെവിടെയെങ്കിലും ഫോൺ ചെയ്യടാന്ന് പറഞ്ഞു. അപ്പോൾ സോറി ഏട്ടാ സോറി എന്നും പറഞ്ഞു. ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഫോണും എടുത്ത് അങ്ങ് പോയി. ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ഇരുട്ടത്ത് നിന്നിങ്ങനെ നോക്കുക കേട്ടോ. ഈ സമയത്ത് ഇവൻ ഫോണും എടുത്ത് മുകളിലോട്ട് പോയി ശ്രീകാന്ത്. അപ്പോഴത്തേക്കും ഇതേ ശ്രുതി ഇറങ്ങി വരുന്നു. അപ്പോൾ ഇത് സച്ചി കണ്ടു. സച്ചി കണ്ടപ്പം നന്നായിരിക്കുമെന്നോ ഇവരെന്നാ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ശ്രുതിയെ കാണാതെ ഇറങ്ങി വന്നു. അപ്പോൾ ഏതോ പെണ്ണാ, അതും ഈ പാതിരാത്രിയിൽ നട്ടപ്പാതിരയ്ക്ക് മട്ടപ്പാവിക്കാറ് പോവൻ, എന്തൊക്കെയാണാവോ ഈ വീട്ടിൽ നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇറങ്ങി വരുമ്പോൾ ഇത് കണ്ട് സച്ചി പിന്നെ കിടന്നില്ല. സച്ചി എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് ശ്രുതി അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ശ്രുതി ആ ഇരുട്ടത്ത് നിൽക്കുന്നത് നമ്മുടെ ശ്രുതി കണ്ടു. ശ്രുതി നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ സച്ചി ഇത് കണ്ടു. സച്ചി ഇങ്ങനെ നോക്കുക. മൊത്തം പണിയായിപ്പോയി. അത് പിന്നെ ഞാൻ വെള്ളം എടുക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ അയ്യോ സെയിം ബീച്ച്, ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ, നാശം കയറി വരാൻ കേട്ടോ സമയം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയാം. അപ്പോൾ എന്താ ശ്രുതി നീ ആലോചിക്കുന്നേ? സച്ചി ഇതെല്ലാം അവിടെ ഇരുന്ന് കാണുകയാണെന്ന് ഓർക്കണേ. സച്ചിക്കിന് അന്തം വിട്ട് നോക്കുക. സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല. എത്ര ബോട്ടിൽ വെള്ളം എടുക്കണം എന്നായിരിക്കും, നമുക്ക് 2 പേർക്കും കൂടി ഒരു ബോട്ടിൽ മതി എന്ന് ശ്രുതി. അപ്പോൾ നമ്മുടെ സച്ചി എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ, എന്താണ് പാർലറേട്ടത്തി എന്ന് ചോദിച്ചു. ഇപ്പം എന്ത് കള്ളക്കളി, അതൊക്കെ നിനക്കല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പം
എടാ മിണ്ടാതെ കിടന്നു ഉറങ്ങാൻ നോക്കടാന്ന് ശ്രുതി സച്ചിയോട് പറയാം. ശ്രുതി നീ ഇപ്പോൾ വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഒരു കെന്നാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്തപ്പോൾ നല്ല തണുത്ത വെള്ളം എടുക്കേ എന്നൊക്കെ പറഞ്ഞ് രണ്ടെണ്ണം കൂടെ വെള്ളം എടുത്ത് മുകളിലോട്ട് കയറിപ്പോയി. സച്ചി അന്നേരം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ശ്രീകാന്ത് അവിടെ നിന്ന് ഫോണിൽ വിളിച്ച് കുറേ രാത്രി ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ താങ്ക് യു, ഈ ഡിഷ് നമുക്ക് നാളെ തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് പ്രിയ. ശ്രീകാന്ത് തിരിഞ്ഞു നോക്കുമ്പോൾ വർഷ പുറകിൽ നിൽക്കുന്നു. അയ്യോ എന്താണ് നീ പുറകിൽ വന്ന് നിൽക്കുന്നത്, പേടിച്ചു പോയല്ലോ. എത്ര നേരമായിട്ട് ശ്രീകാന്ത് ഫോൺ ചെയ്യുകയാണെന്ന് വർഷ അന്നേരം ചോദിച്ചു. ആ പ്രിയ മേഡമേ, ഒരു പുതിയ ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കായിരുന്നു. എൻ്റെ ഉറക്കം കളഞ്ഞു. ഈ കോൾ വന്നതിന് ശേഷം എനിക്ക് ഉറക്കം പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു വർഷ. അപ്പോൾ സോറി, ഞാൻ നാളെ പകൽ നിന്നെ വിളിക്കും. ഇതുപോലെ മണിക്കൂറോളം നിർത്താതെ നീ എന്നോട് സംസാരിക്കണം. ഫോൺ വെക്കാനേ പാടില്ല എന്ന് വർഷ. അയ്യോ എനിക്ക് നാളെ വർക്കുള്ളതാ, അതൊന്നും എനിക്കറിയണ്ടെന്ന് പറഞ്ഞു വർഷ. ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത് വരെ എന്നോട് ശ്രീകാന്ത് സംസാരിച്ചിരിക്കണം, വാ കിടക്കാം എന്നും പറഞ്ഞ് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് വർഷ പോകുക കേട്ടോ. പിന്നെ രാവിലെ രേവതി അടുക്കളയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വന്നു. നീ എന്നതാ രേവതി കാണിക്കുന്നത്, തലയിൽ മുറിവും വെച്ച് നിന്നോട് അടുക്കള കയറിയെന്ന് പറഞ്ഞില്ലേ, നിനക്കെന്താ ഇങ്ങനെ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, നീ മറന്നു പോയോ? ഇതൊക്കെ ചെയ്യാൻ അവിടെ വേറെ ആരും ഇല്ലേ? അമ്മയോടും പാർലർ എടുത്തോടും. അപ്പോഴത്തേക്ക് രേവതി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ സച്ചേട്ടാ, എപ്പോഴും ഞാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ഓ അതിന് എപ്പോഴത്തേം പോലെയാണോ ഇന്ന്? ആണോ? മുറിവുണങ്ങി ബാൻഡേജ് അടിച്ചതിന് ശേഷം നീ അടുക്കള കയറിയാൽ മതി. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എൻ്റെ സച്ചേട്ടാ, വേദനയും ഇല്ല. പിന്നെന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് രേവതി. വേദന ഉണ്ടെങ്കിൽ നീ ഇല്ലെന്നല്ലേ പറയത്തുള്ളൂ. രേവതി വെച്ചുണ്ടാക്കാമെന്ന് അമ്മ പറഞ്ഞില്ലേ, പിന്നെന്തിനാ നീ അടുക്കളയിൽ കയറിയതെന്ന് ചോദിച്ചു. ഒരിക്കൽ പറഞ്ഞു എന്ന് കരുതി എല്ലായ്പ്പോഴും അമ്മ അടുക്കളയിൽ കയറും എൻ്റെ സച്ചേട്ടാ. ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണ്ടേ. സച്ചേട്ടൻ അവിടെ അങ്ങനെ പോയിരിക്കുക, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞു. ഓ അവളുടെ ഞാൻ പറയുന്നില്ല, എനിക്കിത് കഴിഞ്ഞിട്ട് പൂ കൊടുക്കാൻ പോകണമെന്ന് പറയുമ്പോൾ അവൾക്ക് ഏറ്റു നിൽക്കാൻ വയ്യ. അപ്പോഴേ അവൾ പൂ കൊടുക്കാൻ പോകുന്നത്. നിന്നോടൊന്നും പറഞ്ഞ് നീ അനുസരിക്കാൻ പോകണില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഏറ്റവും കുറേ ഓർഡേഴ്സ് ഉണ്ടെന്നേ, അവർക്കൊക്കെ മാല കെട്ടിക്കൊടുത്തേ പറ്റുള്ളൂ എന്ന് രേവതി പറയുമ്പം, രേവതി നീ ഇപ്പം എന്തായാലും വെയിലത്ത് പോവണ്ട, വേദന കൂടത്തേ ഉള്ളൂ. പോരാത്തതിന് ഹെൽമെറ്റ് ഇടാൻ പറ്റില്ല, തലയിൽ ബാൻഡേജ് ഇട്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. ശോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ തന്നെ നീ ഇനി മാല കെട്ടിയിട്ട് എപ്പോൾ കൊണ്ട് കൊടുക്കാനാ? അയ്യോ മാലയൊക്കെ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കെട്ടി കഴിഞ്ഞെന്നേ, ഇനി അതൊന്ന് കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതിയെന്ന് പറയുമ്പം 4 മണിക്ക് എഴുന്നേറ്റ് മാല കെട്ടിയെന്നോ? എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ചില ദിവസങ്ങളെല്ലാം സച്ചേട്ടൻ 3 മണിക്കോ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ട്രിപ്പ് പോവാറില്ലേ? ആ സമയത്തൊക്കെ ഞാനും എഴുന്നേക്കാറുണ്ടല്ലോ ഇല്ലേ? അതാണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം, മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്ങനെ അത് പറഞ്ഞ് രേവതി കറികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സച്ചേട്ടന് ട്രിപ്പ് പോകണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ സച്ചേട്ടനെ വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞു. നീ ഇന്ന് ജോലിക്ക് പോവണ്ട രേവതി, ഞാൻ പറയുന്ന കേൾക്ക്. അപ്പോൾ പോകണം സച്ചേട്ടാ, ഓർഡർ വന്ന മാല എനിക്ക് കൊടുത്തേ പറ്റൂ. വീട്ടിലിങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. ഒരു ദിവസത്തെ വരുമാനം പോയാലേ അത് പോയത് തന്നെയല്ലേ എന്ന് രേവതി ചോദിച്ചപ്പം അതെ ശരി, പോയാൽ പറ്റുമെന്ന് വെച്ചാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരാം. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ പൊക്കോളാം. ഈ ഒരു അവസ്ഥയിൽ നിന്നെ തനിച്ച് വിടാൻ എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് രേവതി, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചേട്ടന് കാർ എടുക്കണ്ടേ, പോകണ്ടേ? അപ്പോൾ ഇന്ന് കാർ എടുക്കണ്ട, ഞാനേ നിൻ്റെ സ്കൂട്ടർ ഓടിക്കാം, എന്താ? നീ പുറകിലിരുന്നാൽ മതി. പൂ കൊടുക്കണ്ട അടുത്തൊക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയി കൊടുക്കാം, എന്താ? അപ്പോൾ സച്ചേട്ടൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും വർഷ അങ്ങോട്ടേക്ക് വന്നു. അടുക്കളയിലും റൊമാൻസ് ആണോ എന്നും ചോദിച്ച്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. 3 പേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ പാത്തും പതുങ്ങി അങ്ങോട്ടേക്ക് വരുക. അപ്പം ഈ സച്ചിയും രേവതി എന്താ ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കുക കേട്ടോ. നീ പോയിക്കേ വർഷേ, എനിക്ക് ജോലി, നീ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ജോലിയൊന്നും നടക്കത്തില്ല, നീ അങ്ങ് പൊയ്ക്കേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് രേവതി വർഷയെ പറഞ്ഞു വിടുമ്പം ഞങ്ങളിവിടെ തന്നെ നിൽക്കുമല്ലേ സച്ചേട്ടാ എന്ന് വർഷ. പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ശ്രുതി വന്ന് നോക്കുമ്പോൾ നമ്മുടെ സച്ചിയുടെ ഫോൺ അവിടെ ഇരിക്കുക. അപ്പോൾ ഈ ഫോൺ അവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് എടുക്കണം, അതിനിപ്പോൾ എന്നെ ഒരു വഴി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സച്ചിയും രേവതിയും കൂടി പൂ കൊടുക്കാനായിട്ട് വണ്ടി ഓടിച്ച് ഇങ്ങനെ ടൗണിൽ കൂടെയൊക്കെ നല്ല ചിരിച്ച് കളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു പോകുന്നതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.